കോൺക്രീറ്റ് പൊളിച്ച് മാത്രമേ ഇപ്പോൾ ഈ വീട്ടിനകത്തുള്ള 5 പേരുണ്ടെന്ന് അവരുടെ ഉറ്റവർ അടുത്ത ബന്ധുക്കൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അവരെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ആ കോൺക്രീറ്റ് കട്ട് ചെയ്ത് മാറ്റണം. പക്ഷെ കട്ട് ചെയ്ത് മാറ്റാനുള്ള ഉപകരണങ്ങൾ അവരുടെ കയ്യിലില്ല. അതുകൊണ്ട് ഹാമർ ഉപയോഗിച്ച് ഇപ്പോൾ അടിച്ച് തകർത്തിരിക്കുകയാണ്. ഒരു ഭാഗം ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിനകത്തൂടെ ആളുകൾക്ക് അകത്തേക്ക് ഇറങ്ങുക, അങ്ങനെ ആ ദ്വാരത്തിലൂടെ ഇറങ്ങുക എന്നുള്ളത് വളരെ അപകടകരമാണ്. അതുകൊണ്ട് സാധ്യമല്ല. ഒരു ഭാഗമെങ്കിലും പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് പൊളിച്ച് മാറ്റേണ്ടി വരും. അതിന് ഹാമർ ഉപയോഗിച്ച് അടിച്ച് തകർക്കുക എന്നുള്ള ജോലി മാത്രമാണ് ഇപ്പോൾ ഇവരുടെ കയ്യിലുള്ള ഉപകരണം വെച്ച് ഇവർക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അത് ആ ജോലിയാണ്, ആ പ്രവർത്തനമാണ് രക്ഷാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മോട് അവരുടെ സഹോദരനും മറ്റൊരു അടുത്ത ബന്ധുവും ഒക്കെ ഇവിടെയുണ്ട്. അവർ വളരെ ആകാംക്ഷയോടുകൂടി അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്, തങ്ങളുടെ ഉറ്റവർ ഇതിനകത്തുണ്ട്, ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ചിരുന്നു, ഏതെങ്കിലും ക്യാമ്പുകളിലോ ആശുപത്രികളിലോ പരിക്കേറ്റവരോ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിരുന്നോ? ഇല്ല, എവിടെയും ഇല്ല. ഞങ്ങൾ അന്വേഷിച്ചു, അവർ ഇതിനകത്ത് തന്നെയുണ്ട്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവരെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും രക്ഷാപ്രവർത്തകരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. കാരണം 5 പേർ ഒരു വീട്ടിനകത്ത് എന്നുള്ളത് അത് വളരെ ആശങ്കയുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അത് പുറത്തെടുക്കണം. പക്ഷെ അതിന് അവരുടെ കയ്യിൽ ഉപകരണങ്ങളില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഇതുവരെ എത്തിയിട്ടില്ല. ഈ കോൺക്രീറ്റ് കട്ടർ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പം ഒരു ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റി കുറച്ചുകൂടി സാധ്യമാകുമായിരുന്നു. കൂടുതൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ആ കോൺക്രീറ്റ് അടിച്ച് പൊളിക്കുന്ന ഒരു ജോലിയാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിലും ഓരോ ഭാഗം തകർത്ത് എങ്കിൽ പോലും കോൺക്രീറ്റ് മാറ്റി അതിനകത്തേക്ക് ഇറങ്ങി പരിശോധിക്കാനും അങ്ങനെ ആളുകളുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കാനും കഴിയുമോ എന്നാണ് രക്ഷാദൌത്യ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വടംകെട്ടി മേൽക്കൂര, ഈ കോൺക്രീറ്റിന്റെ ഈ സ്ലാബിന് ഈ മേൽക്കൂരക്ക് മുകളിലായി മറ്റൊരു ഷീറ്റ് മേഞ്ഞ മേൽക്കൂര ഉണ്ടായിരുന്നു. അവരവിടെ ഞാൻ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അവരുടെ വസ്ത്രങ്ങളൊക്കെ ഉണക്കാനിട്ട അയല് ഒക്കെ കെട്ടിയിരിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്കറിയാം, നമ്മുടെ വീടിനൊക്കെ മേൽക്കൂരയിൽ അങ്ങനെ ചില ഷീറ്റുകൾ അടിച്ച് വസ്ത്രങ്ങൾ ഉണക്കാൻ ഇടാറുണ്ട്. അങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു സ്ഥലം. ആ ഷീറ്റിന്റെ മേൽക്കൂരയ്ക്ക് ഷീറ്റിന് താഴെ അത്തരം അയലുകളും വസ്ത്രങ്ങളും ഒക്കെ ആ വീട്ടുകാരുടേതായിരിക്കും. അതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. ആ ഷീറ്റ്, ആ മേൽക്കൂര അവർ മറച്ചിട്ടു. അതിന് താഴെയാണ് ഈ കോൺക്രീറ്റിന്റെ മേൽക്കൂരയുള്ളത്. അതാണ് ഇപ്പോൾ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്നും കൂടുതൽ സേനാംഗങ്ങൾ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു കാഴ്ച കാണുന്നുണ്ട്. മുകളിലേക്ക് ക്യാമറ തിരിക്കുകയാണെങ്കിൽ അവിടെ സേനാംഗങ്ങൾ വരുന്ന ദൃശ്യം നമ്മൾ കാണുന്നുണ്ട്. അവരുടെ കയ്യിൽ അത് രക്ഷാപ്രവർത്തകരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീട്ടിനകത്തു നിന്നോ മറ്റോ എവിടുന്നോ കിട്ടിയ ഒരു മൃതദേഹവുമായി അവർ പോവുകയാണ്. കൂടുതൽ ആളുകൾ, നമ്മൾ നേരത്തെ വന്നപ്പോൾ തന്നെ നമുക്ക് ആശങ്കപ്പെട്ടൊരു കാര്യം, ഈ തകർന്നടിഞ്ഞ വീടിനകത്ത് ഈ രക്ഷാപ്രവർത്തകർ, നമ്മൾ എത്തുന്ന സമയത്ത് ഈ സന്നദ്ധ പ്രവർത്തകർ മാത്രമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവർ പ്രാഥമികമായി വന്ന് നോക്കിയ സമയത്ത് നമ്മോട് പങ്കുവെച്ചത് വീട്ടിനകത്ത് ആളുകളുണ്ട്, മൃതദേഹങ്ങളുണ്ട് എന്നവർ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ന് മാത്രമല്ല, ഇന്നലെയും ഇവിടെ എത്തി മടങ്ങിയ രക്ഷാപ്രവർത്തകർ പറഞ്ഞു, ഞങ്ങൾ നിസ്സഹായരായി കണ്ടു മടങ്ങിയതാണ്. ഈ മൃതദേഹങ്ങൾ അവിടെ ഉണ്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അവരെ രക്ഷിക്കാൻ കഴിയില്ല, കയ്യിൽ ഞങ്ങളുടെ ഉപകരണങ്ങളില്ല, ഞങ്ങൾക്ക് അവരെ അവിടെ ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നു എന്നവർ സങ്കടത്തോട് പറയുന്നുണ്ടായിരുന്നു. അതേ കാഴ്ച, അത് സാക്ഷ്യപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു ഇന്ന് രാവിലെ എത്തിയപ്പോഴും. അവർ ആദ്യം ചെയ്തത് വീടുകൾ പെട്ടെന്ന് പ്രാഥമിക പരിശോധന നടത്തി. അങ്ങനെ പുറത്തു നിന്നുള്ള ആളുകൾ, പുറത്തുനിന്ന് നോക്കിയാൽ മൃതദേഹങ്ങൾ കാണുന്ന ചില വീടുകളുണ്ടായിരുന്നു. അവിടെ നിന്നും മൃതദേഹം കണ്ടെത്തി അവരെ പുറത്തെടുക്കാനുള്ള ശ്രമം നടത്തി. ഒരു മൃതദേഹം അപ്പുറത്ത് വീട്ടിൽ നിന്നും പുറത്തെടുത്തു. അതിനിടെയാണ് ഈ ഉറ്റവരെ തേടി ഇന്നലെയൊക്കെ ക്യാമ്പുകളിലും മറ്റും അരക്ഷിതരായിരുന്ന ആളുകൾ ഇന്ന് രാവിലെ ധൃതി പിടിച്ച് ഏതൊക്കെയോ വഴിയുണ്ടാക്കി സ്വയം വഴിവെട്ടി അവർ ഇവിടേക്ക് എത്തിയത്. അങ്ങനെ എത്തിയ സഹോദരനാണ് ഞങ്ങളോട് ആ ഉള്ളിലേക്കുന്ന വാർത്ത പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ട ഉറ്റവർ, സഹോദരനും അവരുടെ ഭാര്യയും അമ്മയും ഒക്കെ അടങ്ങുന്ന കുട്ടികളും ഒക്കെ അടങ്ങുന്ന 5 പേർ ഈ വീട്ടിനകത്തുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം, ഒരു സഹോദരൻ വളരെ ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ ആശങ്കയോടുകൂടി നമ്മളോട് സംസാരിക്കുന്ന മറ്റൊരാൾ വാക്കുകൾ പോലും കിട്ടാതെ വിങ്ങുന്നുണ്ടായിരുന്നു. അത് ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ആ വാർത്ത അവർ പറയുന്നത് നമ്മൾ കേട്ടിരുന്നത്, നമുക്ക് ആ വാർത്ത പങ്കുവെക്കാൻ കഴിഞ്ഞത്. അതോടുകൂടി ആ തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും രക്ഷാപ്രവർത്തകർ ഈ 5 പേർ കുടുങ്ങിക്കിടക്കുന്ന വീട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കൂടുതൽ സേനാംഗങ്ങൾ എത്തി.
അവരുടെ സഹായത്തോടു കൂടി രക്ഷാപ്രവർത്തനം ആണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടെയാണ് നമ്മളിപ്പോൾ തൊട്ടു മുമ്പ് കണ്ടത് മറ്റേതോ ഒരു വീട്ടിൽ നിന്നും രക്ഷാപ്രവർത്തകർ ഒരു മൃതദേഹം കണ്ടെത്തി അങ്ങനെ കൊണ്ടുപോകുന്നു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തിന് മുകൾ ഭാഗത്തേക്ക് ഇനിയും വീടുകളുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ ഭാഗത്ത് തന്നെ നിരവധി വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നത്, രക്ഷാപ്രവർത്തനവും നടക്കുന്നത് കാരണം മുകളിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. മുകളിൽ ഭാഗത്ത് നിരവധി വീടുകളുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുണ്ട്. ഈ ഭാഗങ്ങളിലൊക്കെ കഴിഞ്ഞ ശേഷം അങ്ങോട്ട് പോകേണ്ടതുണ്ട്. താഴ്ഭാഗങ്ങളിൽ ചില വീടുകളിലുണ്ട്. ഞാൻ വരുന്ന വഴി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഈ മുണ്ടക്കൈ ടൗൺഷിപ്പ് ആ ഭാഗത്ത്, അതായത് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ സിറ്റി ഒന്നുമല്ല, പക്ഷേ ഈ പ്രദേശത്തുള്ള തൊഴിലാളികളായ മനുഷ്യർ അവർ ദൈനംദിന കാര്യങ്ങൾ നിർവഹിച്ചു പോന്നിരുന്ന, അവരുടെ ഇടപാടുകളും വ്യാപാരങ്ങളും നടത്തിക്കൊണ്ടിരുന്ന ചെറിയൊരു ടൗൺ, ഒരു പള്ളിയും ആരാധനാലയവും ഒക്കെ ചില കടകളും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലം. അവിടെ ആ കടമുറിക്കകത്ത് ഒരു മൃതദേഹമുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ ആ മൃതദേഹമായിരിക്കാം ഇപ്പോൾ കണ്ടെടുത്ത് കൊണ്ടുപോകുന്ന ഒരു മൃതദേഹം കൊണ്ടുപോകുന്നത് കണ്ടിരുന്നു. ഒരുപക്ഷെ അതായിരിക്കാം. അത് കൃത്യം പറയാൻ കഴിയില്ല, കാരണം നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ടുണ്ട്. ഇവിടെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ വന്ന സമയത്ത് ആദ്യ തുടക്കം മുതൽ തന്നെ ആളുകൾ പറഞ്ഞിരുന്നൊരു കാര്യം, ആളുകളുണ്ട് പക്ഷെ സംവിധാനങ്ങളില്ല എന്നുള്ളത് തന്നെയായിരുന്നു. അത് ഇനിയും ഇവിടെ എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ സേനാംഗങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്, പക്ഷേ സൗകര്യങ്ങൾ കുറവാണ്. ആ സൗകര്യത്തിനിടയിൽ അതിനെ മറികടന്നാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുന്നത്. അതിന്റെ കോൺക്രീറ്റിന്റെ കുറച്ചുകൂടി ഭാഗങ്ങൾ അവർക്ക് ഹാമർ ഉപയോഗിച്ച് അടിച്ചു തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ നിൽക്കുന്ന നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അവർ ഈ ഹാമർ ഉപയോഗിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു വെല്ലുവിളി, അവർ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്ത് ഹാമർ അടിച്ച് പൊളിക്കുകയാണ്. ആ പൊളിക്കുന്ന സമയത്ത് ഇപ്പുറത്തെ ഭാഗം ഏതെങ്കിലും തരത്തിൽ അപകടം ഉണ്ടാകുമോ എന്നൊക്കെ ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് ഇത്തരമുള്ള രക്ഷാപ്രവർത്തനം വളരെ ദുർഘടമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ കോൺക്രീറ്റ് കട്ടർ ഉണ്ടെങ്കിൽ അത് എളുപ്പമാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് പരിഗണിക്കാതെ അവർ അത് ഈ കോൺക്രീറ്റ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭാഗം പൂർണ്ണമായി തകർത്ത ശേഷം, ഒരു ഭാഗമെങ്കിലും തകർത്ത ശേഷം മാത്രമേ അവർക്ക് അതിനകത്തേക്ക് കയറാൻ കഴിയുകയുള്ളൂ. പക്ഷെ അപ്പോഴും കോൺക്രീറ്റിനകത്ത് ഇരുമ്പ് കമ്പികളുണ്ട്. ആ കമ്പികൾ അവർക്ക് എങ്ങനെ മുറിക്കാൻ കഴിയും എന്നുള്ളതും ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ കോൺക്രീറ്റിന് താഴെയുള്ള മണ്ണ് നീക്കി അതിനകത്തേക്ക് കയറാൻ കഴിയുമോ എന്നും, ആ കോൺക്രീറ്റിന്റെ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഫ്രെയിമിന്റെ അപ്പുറത്ത് നിന്ന്, ആ ഭാഗത്ത് നിന്ന് സേനാംഗങ്ങളൊക്കെ അപ്പുറത്തുണ്ട്, കൂടുതൽ പേരുണ്ട്. അവർ അതിനകത്തേക്ക് നോക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിനകത്തൂടെ അല്ലാതെ കോൺക്രീറ്റ് തകർക്കാതെ ഇറങ്ങാൻ കഴിയുമോ എന്നായിരിക്കും അന്വേഷിക്കുന്നുണ്ടാവുക. ഏതായാലും 5 മനുഷ്യർ ഇവിടെ ഉണ്ട് എന്ന്, ഇവിടെ വീട്ടിനകത്ത് തന്നെ ഉണ്ട് എന്ന് ബന്ധുക്കൾ, അവരുടെ സഹോദരങ്ങൾ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ പുറത്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉള്ള ഒരു ശ്രമം. ആ ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാഗങ്ങൾ പൊളിച്ച് വിടവുണ്ടാക്കി അതിലൂടെ അകത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.